BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഹോട്ടൽ മാനേജ്മെന്റ് പഠന മേഖലയിൽ സജീവ സാന്നിധ്യമായ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ടെമ്പിൾ, തൊടുപുഴ. അരുണാപുരം, പാല. PP ജോസ് റോഡ്, ചങ്ങനാശ്ശേരി. ഷീ സ്റ്റൈൽ, ദ കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ബ്ലോക്ക്. ഫോൺ 04862228751. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. വിശ്വാസം, പൂർണ്ണത, സംതൃപ്തി. ലവ് കിഡ്സ്, ജസ്റ്റ് ബി കിഡ്സ്. നെല്ലിവേലിൽ കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, മുണ്ടമറ്റം പമ്പിന് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9961055419. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം കിഡ്നി രോഗികളോടുള്ള വെല്ലുവിളിയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സമരങ്ങളുടെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതാർഹമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ.
ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ടൗണിന്റെയും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മീഡിയ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ 248 റാങ്ക് നേടിയ അർജുൻ പാണ്ഡ്യന് സ്വീകരണം നൽകി. ജില്ലയിലെ ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DYFI തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഹിന്ദു സേന പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും നടത്തി. Today is my day. പൊളിവൂട്ടിൽ സിൽക്സ് കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. വാർത്തകൾ വിശദമായി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ മങ്ങാട്ടുകവല വെങ്ങല്ലൂർ 4-വരി പാതയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം കിഡ്നി രോഗികളോടുള്ള വെല്ലുവിളിയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴയിലെ കിഡ്നി വെൽഫെയർ സൊസൈറ്റി ഒഴിപ്പിക്കാനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളുടെ തീരുമാനം നിരുത്തരവാദിത്വപരവും മനുഷ്യത്വരഹിതവുമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കേവലം സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് അശരണരായ രോഗികളെ ഉപദ്രവിക്കാനുള്ള ബ്ലോക്ക് പ്രസിഡന്റിന്റെയും BDOയുടെയും തീരുമാനം സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. നിരാലംബരായ കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായവും അതോടൊപ്പം ഉപജീവന മാർഗവും കണ്ടെത്തി നൽകി വരുന്ന ഒരു സന്നദ്ധ സ്ഥാപനത്തിന് മേലുള്ള കടന്നുകയറ്റം പൊതുസമൂഹത്തിൽ ചർച്ചയാകേണ്ട ഒന്നാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഇതിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകുമെന്നും ഇവർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റുകൾ മുൻകൈ എടുത്ത് ഓരോ പൗരന്റെയും സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ട, അവർക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ ഉദ്ദേശീയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതിന് തടസ്സം സൃഷ്ടിക്കുക കൂടി, സന്നദ്ധ സംഘടനകളെ അതിനെ സഹായിക്കാൻ അനുവദിക്കാത്ത വിധം തടസ്സം സൃഷ്ടിക്കുക കൂടി ചെയ്യുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ദാരുണമായ, നമുക്ക് സഹിക്കാൻ നിവൃത്തിയില്ലാത്ത, അഥവാ ഇത്ര വലിയ ക്രൂരത ഈ മനുഷ്യരോട് എന്തിന്? കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടും ധാരാളം സംഘടനകൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാ സഹായം ഉണ്ടെങ്കിൽ പോലും ഒരു കുടുംബവും അവരുടെ ജീവിത രീതികളും അവരുടെ രോഗാവസ്ഥകളും പരിഹരിക്കപ്പെടുന്ന വിധം പ്രവർത്തനം ഇതുവരെ വിശാലമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഓരോ രോഗികളോടും ഇടപെടുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പറയുന്നത് അവർക്ക് ഇതിൽ നിന്നും ധാരാളം പുതിയ വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത്, ധനലാഭം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും ഈ ബിൽഡിംഗ് കൊണ്ട് എന്നാണ് അവർ പറയുന്നതായിട്ട് പേപ്പറിൽ വന്ന വാർത്ത. വരുമാനം ഉണ്ടാകുന്ന വിധം കോടികളുടെ ഫണ്ട് ഉപയോഗിച്ച് വരുമാനം ഉണ്ടാകുന്ന വിധം ചെയ്യുന്നതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാണ് ജനപ്രതിനിധികളെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാസവാടകയായി 500 രൂപ വീതം സംഘടന ബ്ലോക്ക് പഞ്ചായത്തിന് നൽകി വരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യൻസ് ജനറൽ കോർഡിനേറ്റർ ആമിന സണ്ണി, ജോയിന്റ് സെക്രട്ടറി സുനി ബാബു, ജാസ്മിൻ മുഹമ്മദ്, ഷൈൻ ശേഖർ എന്നിവർ പങ്കെടുത്തു. ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇവരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ അധികാരത്തിന്റെ മറവിൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്നവരെ ഉപദ്രവിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഗതാഗത തടസ്സമുണ്ടാക്കി പ്രകടനവും പൊതുസമ്മേളനവും ഹർത്താലും അരങ്ങേറുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നോട്ട് വന്നില്ല എന്നതും ദുരൂഹതയുണർത്തുന്ന ഒന്നാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സമരങ്ങളുടെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതാർഹമെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായർ. വ്യാപാര സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങളെ വിവിധ സമരരൂപങ്ങളുടെ പേരിൽ തടസ്സപ്പെടുത്തരുതെന്ന നടപടികൾക്കെതിരെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് അധികാരികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അടുത്ത കാലത്ത് മൂന്നാർ ടൗൺ പ്രദേശത്ത് വിവിധ സംഘടനകൾ നടത്തിയ സമരങ്ങളെ തുടർന്ന് വ്യാപാര മേഖലയ്ക്കുണ്ടായ പ്രയാസങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നാർ ഘടകം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷനിലാണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, ജസ്റ്റിസ് KP ജ്യോതീന്ദ്രനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. വാദിഭാഗത്തിനു വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് K രഘു കോട്ടപ്പുറം അസോസിയേറ്റ്സ് ആണ് ഹാജരായത്. പൊതുജനങ്ങളെയും വിശിഷ്യ വിനോദസഞ്ചാരികളെയും ബന്ദികളാക്കി നടത്തിവരുന്ന പെട്ടെന്നുള്ള ബന്ദികളും അത്യാവശ്യ സാമൂഹിക സേവനങ്ങൾ നിഷേധിക്കുന്ന സമരമാർഗങ്ങളെ നിരോധിക്കണമെന്നുള്ളത് സംഘടനയുടെ പ്രധാന ആവശ്യമായി ഉയർന്നു വന്നിട്ടുള്ളതായി ജില്ലാ പ്രസിഡന്റ് മാരിയ കൃഷ്ണൻ നായർ പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ
തടസ്സപ്പെടുത്തുന്നതിനെതിരെ അവർക്ക് ആവശ്യമായ സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തണമെന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും വിവിധ പാർട്ടികളും സംഘടനകളും നടത്തി വന്നിരുന്ന സമരങ്ങളെ തുടർന്ന് പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലും പാതയോരത്തും സമരത്തെ തുടർന്ന് ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും തന്മൂലം വിദേശ സഞ്ചാരികളടക്കം അവിടേക്ക് വരുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും വ്യാപാര മേഖലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മൂന്നാർ ഘടകം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമർപ്പിച്ചത്. അത് സംഘടനയ്ക്ക് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് കെ രഘു കോട്ടപ്പുറത്തിൻ്റെ ചേംബറാണ് ഹാജരായത്. പൊതുജനങ്ങളുടെ വിശിഷ്യ വിനോദസഞ്ചാരികളുടെ സേവനങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിധമുള്ള എല്ലാ സമരമാർഗങ്ങളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങൾ സുരക്ഷിതമാക്കി അവരുടെ ഉപഭോക്താക്കളെ സ്വതന്ത്രമായി വ്യാപാരം നടത്തുന്ന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുവാൻ ജില്ലാ ഭരണാധികാരികൾക്കും റവന്യൂ വകുപ്പിനും നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KP ആന്റണി ഡൊമിനിക്കും KP ജ്യോതീന്ദ്രനാഥും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായി. വിധി മുൻ ആവശ്യങ്ങളോടുള്ള നീതിപീഠത്തിന്റെ അനുകൂല സമീപനമാകിയാൽ ഈ വിധി ഏറെ സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡിവൈഎഫ്ഐ തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഹിന്ദുസേന പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും നടത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രകടനം RSS കാര്യാലയ റോഡിലേക്ക് കടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗം ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി R. പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KK ഷിംനാസ്, സെക്രട്ടറി അരുൺ MP, മധു, KS രാജേഷ്, യതിൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. BJP മുഖ്യ ശത്രുവായി ഇടതുപക്ഷത്തെ കണ്ടുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വർഗീയ അജണ്ട ഈ ഭാരതത്തിന്റെ മണ്ണിൽ നടപ്പാക്കുന്നതിന് വേണ്ടി അവർ തടസ്സമായി കാണുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടല്ലാതെ തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പാക്കുവാൻ കഴിയുകയില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ കായികമായി ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ ഡൽഹിയിലുണ്ടായ സംഭവത്തെ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതമൊട്ടാകെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിനകത്തും തങ്ങളുടെ വർഗീയ അജണ്ടകൾ നടപ്പാക്കുവാൻ വേണ്ടി തക്കം പാർത്തുകൊണ്ട് സംഘപരിവാർ കടന്നു വരുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ഒരു ശക്തി, അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലുകൾ എല്ലാ വിഭാഗം ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അതുണ്ടായെങ്കിൽ മാത്രമേ ഇവരുടെ ഈ നാട്ടി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ തടഞ്ഞു നിർത്തുവാനും നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാനും കഴിയുകയുള്ളൂ എന്ന കാര്യം എല്ലാ സഹാക്കളും ഓർമ്മയിൽ വെക്കണം. തൊടുപുഴ തണലണീക്കൽ സമിതി, നഗരസഭ, ജൈവ വൈവിധ്യ പരിപാലന സമിതി, സോഷ്യൽ ഫോറസ്ട്രി എന്നിവ ചേർന്ന് നടത്തുന്ന പരിസ്ഥിതി വാരാചരണ പരിപാടിയുടെ ഭാഗമായുള്ള പരിസ്ഥിതി പഠന ക്ലാസ് തൊടുപുഴ ഡയറ്റ് സ്കൂളിൽ നടന്നു. ഡയറ്റ് പ്രിൻസിപ്പൽ KK സോമൻ ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ N. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ കുഴൽക്കിണറുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 220 അടി ഒരുത്തൻ ഉണ്ടാക്കി, അതിൻ്റെ അടുത്ത 250 അടി ഉണ്ടാക്കിയപ്പോൾ കേൾക്കാൻ നിൽക്കായ മലമ്പ്രദേശമാണ്. അപ്പോൾ ഈ അങ്ങനെ 500 അടി ഉണ്ടാക്കി അങ്ങനെ താഴോട്ട് കൊണ്ടുകൊണ്ടിരിക്കുക വെള്ളം. അപ്പം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളം മുഴുവൻ തോർത്ത് താഴോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെയല്ല ഇപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് വലിയ ഉഷ്ണപ്രദേശമായി മാറുക. കാരണം വൃക്ഷങ്ങൾക്ക് പോലും ഉപരിതലത്തിലുള്ള വെള്ളം കിട്ടുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പരിശ്രമം
തടയിടങ്ങളും അതേപോലെ തന്നെ പറ്റുന്നിടത്തോളം തടയിടങ്ങളും അതേപോലെ തന്നെ മഴക്കുഴിയൊക്കെ കുത്തി അവിടെയൊക്കെ വെള്ളം സംഭരിച്ച് സസ്യലതാതി പഴയ പച്ചപ്പിലേക്ക് വളർത്തുവാനുള്ള ഒരു കാര്യം സാറ് ഊന്നി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് ഒരു വിനീതമായ അഭ്യർത്ഥന. ലണ്ടൻ ബ്രൂണൽ യൂണിവേഴ്സിറ്റി പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ അജി പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഡയറ്റ് ലെക്ചറർ വി കെ സാനു, പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ ജോർജ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. അറിയാതെ എന്തെങ്കിലും മനസ്സിലാകാത്ത വാക്കുകൾ എന്തെങ്കിലും വന്നാൽ അന്നേരം തന്നെ നിങ്ങൾ കൈ പൊക്കി എന്നോട് ചോദിക്കണം, എന്താണെന്ന് ചോദിക്കണം കേട്ടോ. കഴിയുന്നത് ഞാൻ മലയാളിയാണ്, മലയാളത്തിൽ തന്നെ പറയാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിക്ക് 4.2 ബില്യൺ വർഷം പഴക്കമുണ്ടെന്നാണ് സയൻസ് കരുതുന്നത്. 4.2 ബില്യൺ എന്ന് പറഞ്ഞാൽ 4200 മില്യൺ വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ടൗണിന്റെയും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മീഡിയ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ 248 റാങ്ക് നേടിയ അർജുൻ പാണ്ഡ്യന് സ്വീകരണം നൽകി. യോഗത്തിൽ സ്കൂൾ മാനേജർ ജിയോ തടിക്കാട്ട്, ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ടൗൺ പ്രസിഡന്റ് ജോസ് മടത്തിൽ, സോൺ ചെയർമാൻ ജെയിംസ് ടി മാലിയേക്കൽ, പ്രധാനാധ്യാപിക സിസ്റ്റർ ലിസ, മീഡിയ ക്ലബ് കോർഡിനേറ്റർ തോമസ് ജോസഫ്, മീഡിയ ക്ലബ് പ്രതിനിധി കാവേരി അനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനം സിവിൽ സർവീസ് ജേതാവ് അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാരണം നമുക്ക് അത്രയ്ക്കുള്ള ചിന്ത പോകില്ല. നമുക്ക് അങ്ങനെ സ്വപ്നം കാണാനുള്ള ആഗ്രഹം ഇല്ലായിരുന്നു. നമ്മളെ പറ്റില്ല അങ്ങനെ ഫീലിംഗ് ആയിരുന്നു സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴൊക്കെ. പക്ഷെ ഒരു റിസ്ക് എടുക്കാനൊരു ചാൻസ് ഇല്ല. ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ടീച്ചേഴ്സിൽ വർക്ക് ചെയ്യായിരുന്നു, സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യായിരുന്നു, കുഴപ്പമില്ലാത്ത സാധ്യത ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ റിസ്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു ഇറങ്ങി. പക്ഷെ ഇറങ്ങിയപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ലീവ് എടുത്തിട്ട് ഇറങ്ങി ഞാൻ ജസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ കൊണ്ട് സാധിച്ചു. ഞാൻ അപ്പോൾ തന്നെ റിസൈൻ ചെയ്തു. എന്നിട്ട് ഏകദേശം 2.5 കൊല്ലം ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്തു. 2014 ഡിസംബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് പാസ്സാകാൻ കഴിഞ്ഞു. പക്ഷേ മെയിൻസ് പാസ്സാകാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടി ഞാൻ പ്രിപ്പയർ ചെയ്തു. അടുത്ത അറ്റംപ്റ്റിൽ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. 242 റാങ്ക് നേടാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. കുമാരമംഗലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജോ മാണി ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ കുട്ടികൾക്കുള്ള ബാഗിന്റെ വിതരണം ആണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുവാൻ പോകുന്നത്. കുട്ടികൾക്ക് പഠന ഉപകരണ വിതരണം മിക്കവാറും എല്ലാ സ്കൂളുകളിലും വ്യത്യസ്തങ്ങളായ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കാറുണ്ട്. പാഠപുസ്തകങ്ങൾ, സ്കൂൾ ബാഗുകൾ, കുടകളൊക്കെ വളർന്നു വരുന്നൊരു തലമുറയെ വാർത്തെടുക്കുന്ന മഹത്തായ ഒരു കാര്യത്തിലാണ് നമ്മളൊക്കെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഇവിടെ കൂടി ചെയ്യുന്ന കുഞ്ഞുമക്കൾ നാളെ നമ്മുടെ നാടിനെ നയിക്കേണ്ടവരാണ്. കേരളത്തിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായ മേഖലകളിൽ തിളങ്ങേണ്ട കുഞ്ഞുങ്ങളാണ് നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും പഠനങ്ങളുമാണ് ആളുകൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത്, നിങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു ഫോർമേഷനാണ് ഈ സ്കൂളിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതിന് നിങ്ങളെ നേതൃത്വം നൽകുന്ന ബഹുമാന്യായ HM-നെയും അധ്യാപകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു സ്കൂളാണ് LP സ്കൂളുകൾ. കാരണം കുട്ടികളുടെ സ്വഭാവ രൂപീകരണം മുതൽ പഠനത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്നത് LP സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫോർമേഷനാണ്. അപ്പം അതിന് ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അപ്പം നാളുകളിലും നന്നായി പോകാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കുഞ്ഞു കുട്ടികൾ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പഠനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ പഠന സ്കൂൾ ബാഗിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. LDF സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങളെ പ്രതിരോധിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് പരിപാടി അവതരിപ്പിച്ചത്. കറുക പഞ്ചായത്ത് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണം വിതരണം ചെയ്തത്. നിഖിൽ മാത്യു മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ
നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ നിഖിൽ മാത്യുവിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച നിഖിൽ മാത്യു മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴി ഗവൺമെന്റ് LP സ്കൂളിലെ നിർധനരായ 30ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിഷ്ണു കെ ചന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടോരി ജോസഫ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷാമിന സാബു, ട്രസ്റ്റ് ചെയർമാൻ മാത്യു കർവന്താനം, നിഖിൽ മാത്യുവിന്റെ മാതാവ് റാണി മാത്യു എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തെക്കും ഭാഗം സർവീസ് സഹകരണ ബാങ്കിൽ കേരള വികസന പദ്ധതി 2017 ഭാഗമായി അത്യുൽപാദന ശേഷിയുള്ളതും ഉയരം കുറഞ്ഞതും 3 വർഷം കൊണ്ട് കായ്ക്കുന്നതുമായ ഗംഗ ബോണ്ടം തെങ്ങിൻ തൈകൾക്കുള്ള 3ാം ഘട്ട രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. താൽപര്യമുള്ളവർ ബാങ്ക് ഹെഡ് ഓഫീസിലോ ആനക്കയം ബ്രാഞ്ചിലോ അഞ്ചരി വളം ഡിപ്പോയിലോ തെങ്ങിൻ തൈ ഒന്നിന് 150 രൂപ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് വക സ്ഥലത്ത് വൃക്ഷത്തൈ നടിയിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് കെ ദീപക് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കും ഭാഗം സർവീസ് സഹകരണ ബാങ്കിൽ ശനിയാഴ്ച രാവിലെ 6:30 മുതൽ 9 വരെ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ രക്തപരിശോധന ക്യാമ്പ് നടക്കും. ക്യാമ്പിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഉടുമ്പന്നൂരിലെ ഡോക്ടർ വിനീത് ആർ പണിക്കർ സൗജന്യ രോഗപരിശോധന നടത്തും. ഇടുക്കി ചെറുകിട വ്യവസായ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നീതി മെഡിക്കൽ ലാബുമായി സഹകരിച്ച് എല്ലാ 2ാം ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 9 വരെ കുറഞ്ഞ നിരക്കിൽ രക്തപരിശോധനാ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂമാൻ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെയും ദ്രുതകർമ്മ സാംക്രമിക രോഗ നിയന്ത്രണ സെല്ലിന്റെയും പകർച്ചവ്യാധികൾക്കെതിരെ ബോധവൽക്കരണവും സൗജന്യ പ്രതിരോധ മരുന്ന് വിതരണവും ന്യൂമാൻ കോളേജ് ഹാളിൽ വെച്ച് നടന്നു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എമിൽ ക്യാമ്പിന് നേതൃത്വം നൽകി. വിജ്ഞാനമാതാപള്ളി വികാരി ഡോക്ടർ ഫാദർ തോമസ് പെരിയപ്പുറം ഉദ്ഘാടനം ചെയ്തു. ന്യൂമാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ആന്റണി അധ്യക്ഷത വഹിച്ചു. സോജൻ VM, CK നവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യ ഔഷധ തൈ വിതരണം നൽകി. ഹോമിയോ മെഡിസിൻ പ്രതിരോധ മരുന്ന് വിതരണം. ഇതിന്റെ ഉദ്ദേശം മഴക്കാലം ആരംഭിക്കുകയാണ്. മഴക്കാലത്തോടനുബന്ധിച്ച് പല രോഗങ്ങളും ഇതിനകം തന്നെ പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള കളിൽ നിന്ന് ഈ പ്രദേശവാസികൾ രക്ഷിക്കുന്നതിനുള്ള ഒരു നല്ല ഉപാധിയായിട്ടാണ് ഈ മരുന്ന്. കഴിഞ്ഞ വർഷം അറിയ മരുന്ന് വിതരണത്തിൽ ഏറെപ്പേർ പങ്കെടുത്തവരുടെ ഭവനങ്ങളിൽ ഇതിൽ നിന്നുള്ള പ്രതിരോധത്തിന് പ്രയോജനം ഉണ്ടായി എന്നുള്ളത് ഡെങ്കിപ്പണി കുഞ്ഞി തുടങ്ങിയ തികഞ്ഞ സുരക്ഷ കിട്ടിയെന്നുള്ളത് തികഞ്ഞ ബോധ്യത്തോടുകൂടിയാണ് ഈ അസോസിയേഷൻ അംഗങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ഇതിന്റെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിസരവാസികൾക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ശാപമായ ഒരു ബസ് സ്റ്റാൻഡ്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡാണ് പാമ്പുകളുടെയും കുറുനരികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കോടികൾ മുതൽ മുടക്കി നിർമ്മിച്ച കഞ്ഞിക്കുഴി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ശാപമായി മാറുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും പാമ്പുകളുടെയും കുറുനരികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിലവിൽ ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ട് മാസങ്ങളായി. കൂടാതെ ശൗചാലയങ്ങൾ മുഴുവൻ കാട് കയറി നശിച്ച അവസ്ഥയിലുമാണ്. ബസ് സ്റ്റാൻഡിലെ കടമുറികൾ 1 ലക്ഷം രൂപയുടെ സെക്യൂരിറ്റിയിലും 3000 രൂപ വാടകയിലുമാണ് ലേലം ചെയ്തു പോയത്. എന്നാൽ ഈ അവസ്ഥയിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി വ്യാപാരികൾ ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവേണ്ട അവസ്ഥയാണ്. കഞ്ഞിക്കുഴി ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ മാലിന്യങ്ങളും തള്ളുന്നത് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലാണ്. ഇതുമൂലം കൊതുകുകൾ പെരുകി പകർച്ചവ്യാധികളുടെ വക്കിലാണ് പ്രദേശത്തെ വ്യാപാരികളും വീട്ടുകാരും. കഞ്ഞിക്കുഴി പഞ്ചായത്ത് മഴക്കാല രോഗങ്ങൾക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തങ്ങളുടെ മൂക്കിൻതുമ്പിലുള്ള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കാൻ ശ്രമിക്കാത്തത് ഏറെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ബസ് സ്റ്റാൻഡിലെ കാടിനുള്ളിൽ മരത്തൈ നട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മാതൃകയായത്. മാസം 25,000 രൂപയോളം വാടക ഇനത്തിൽ കിട്ടുന്ന ഈ കോംപ്ലക്സിൽ വെള്ളം എത്തിക്കാനുള്ള പ്രാഥമിക നടപടി പോലും ഇതുവരെ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുമില്ല. ഇപ്പോൾ ശവപ്പറമ്പിന് തുല്യമായ ഈ ബസ് സ്റ്റാൻഡും പരിസര പ്രദേശവും ഉടൻ വൃത്തിയാക്കിയില്ലെങ്കിൽ
ഉപരോധ സമരങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള ടോയ്ലറ്റ് നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകുന്നില്ല എന്നൊരു ദുഃഖ അവസ്ഥ ഇവിടെയുണ്ട്. അവിടെ സ്വകാര്യ വ്യക്തികൾ മറ്റ് വേസ്റ്റുകൾ കൊണ്ടിടുന്നതിനും മറ്റു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ടോയ്ലറ്റ് പോകുന്നതിനോ അതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾക്ക് ആളുകൾ സ്ത്രീകളടക്കം ഇവിടെ വന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പരിസ്ഥിതി ദിനത്തിൽ അവിടെ കൊണ്ട് 2 മരത്തൈ വെച്ച് മാതൃക കാണിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പഞ്ചായത്ത് മാതൃക കാണിച്ചതും കാട്ടിനുള്ളില്ല. അത്ര മോശമായ ഒരു അവസ്ഥയിൽ ഉള്ള ഈ പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ പൊതുജനങ്ങളോട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അടിയന്തരമായ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദേശീയപാത 85-ൽ ലാക്കാട് ഗ്യാപ്പിൽ അപകടം പതിവാകുന്നു. റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞിരിക്കുന്നതും വീതി കുറവും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. സൂചനാ സംവിധാനങ്ങൾ ഇല്ലാത്തതും പോലീസ് പെട്രോളിംഗിന്റെ അപാകതയുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. മൂന്നാറിലേക്ക് വരുന്ന നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. രാത്രികാലങ്ങളിൽ ഇപ്പോൾ ഇതുവഴി കടന്നുപോകുക അസാധ്യമാണ്. എപ്പോഴും കോടമഞ്ഞുള്ള മേഖലയാണിത്. റോഡിൽ റിഫ്ലക്ടറുകൾ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. വഴിപരിചയമില്ലാത്തവരാണ് ഇതുവഴി കൂടുതലായി എത്തുന്നത്. കഴിഞ്ഞ മാസം കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2000-ലധികം അടി താഴ്ചയുള്ള കൊക്കയാണ് ഇവിടെ. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ജീവൻ തിരിച്ചുകിട്ടുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം. ദേവികുളം, ലാക്കാട്, ഗ്യാപ്പ് റോഡ്, ചിന്നക്കനാൽ വരെ റോഡിന് തീരെ വീതിയില്ല. ഈ ഭാഗങ്ങളിലാണ് റോഡിന് വശം ഇടിഞ്ഞിരിക്കുന്നത്. എത്രയും വേഗം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ വൻ അപകടങ്ങളായിരിക്കും കാത്തിരിക്കുന്നത്. ദേവികുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇവിടം പോലീസ് പട്രോളിംഗ് ഇല്ല. അപകടം നടന്നാൽ പുറംലോകം അറിയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. വീതിയില്ലാതെ കൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. രാത്രി പിന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇതിൻ്റെ അകത്തുള്ള നൈറ്റ് പെട്രോളിംഗ് ഇല്ല. അവരുണ്ടെങ്കിൽ ഈ വെള്ളമൊടിച്ചിട്ടാണ് കൂടുതലും ഇവിടെ അപകടം ഉണ്ടാകുന്ന ഇവിടെ കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് സർക്കാർ ഈ വിഷയം ഒന്ന് നോട്ടത്തിലെടുത്തിട്ട് ഇതൊന്ന് ചെയ്യുവാണെങ്കിൽ അത്രയ്ക്കും ഉപകാരമായിരിക്കും. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ഹൈറേഞ്ചിലേക്ക് തൊഴിലാളി വാഹനങ്ങളിലടക്കം കഞ്ചാവിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും കടന്നുവരവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. രാജാക്കാട് SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെയും വൈകുന്നേരവും പരിശോധന നടത്തുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്ന് കഞ്ചാവും പാൻ മസാലയും അടക്കമുള്ള ലഹരി വസ്തുക്കൾ വൻതോതിൽ ഹൈറേഞ്ച് മേഖലയിലേക്ക് കടന്നുവരുന്നതായി മാധ്യമങ്ങളിലടക്കം വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. പൊതുവിൽപ്പനയ്ക്കും മറ്റുമായി ചെറിയ പൊതികളിലാക്കി കഞ്ചാവ് കൊണ്ടുവരുന്നതിനും പാൻ മസാല അടക്കമുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നതിനും നിലവിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന തോട്ടം തൊഴിലാളി വാഹനങ്ങളിലാണ്. ഇവ ചെക്ക് പോസ്റ്റുകളിലും വേണ്ട രീതിയിൽ പരിശോധന നടത്താതെ കടത്തിവിടുന്നതാണ് അനധികൃത കടത്തിന് തൊഴിലാളി വാഹനങ്ങളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന തൊഴിലാളി വാഹനങ്ങളും തമിഴ്നാട്ടിൽ നിന്നും ഇതുവഴി കടന്നുപോകുന്ന മറ്റു വാഹനങ്ങളും പരിശോധന നടത്തുന്നതിന് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നും എത്തുന്ന ഇരുചക്ര വാഹനങ്ങളും യാത്രികരെയും പോലീസ് പരിശോധന നടത്തിയതിനു ശേഷമാണ് കടത്തിവിടുന്നത്. പരിശോധന കർശനമാക്കുന്നതോടെ ലഹരിയുടെ കടന്നുവരവിന് ഒരു പരിധിവരെ തടയിടുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 2016-2017 വർഷത്തെ വനമിത്ര അവാർഡിന് മൂലമറ്റം അഴകൻ പറമ്പിൽ AT തോമസ് അർഹനായി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് മാതൃകാ പ്രവർത്തനം നടത്തുന്നവർക്ക് വനം വകുപ്പ് നൽകുന്നതാണ് 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന വനമിത്ര അവാർഡ്. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പരിസ്ഥിതി സമ്മേളനത്തിൽ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ് അവാർഡ് സമ്മാനിച്ചു. 2008-ൽ ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി വിരമിച്ചു. പരിസ്ഥിതി അവബോധ ക്ലാസുകൾ, പരിസ്ഥിതി സംഘടനാ പ്രവർത്തനങ്ങൾ, ഔഷധ സസ്യ സംരക്ഷണം, വൃക്ഷവൽക്കരണം, ജൈവ കൃഷി മുതലായ പ്രവർത്തനങ്ങൾ മുഖേന പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും സന്ദേശം വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും എത്തിക്കുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയതാണ് AT തോമസിന് അവാർഡിന് അർഹനാക്കിയത്. ഇടവെട്ടി കൃഷിഭവന്റെ പരിധിയിൽ നെൽകൃഷി, കരനെൽകൃഷി, പച്ചക്കറി കൃഷി, തരിശു പച്ചക്കറി കൃഷി, ഗ്രോ ബാഗ്, തിരിനന, മിനി പോളി ഹൌസ്, കുരുമുളക് പുതുകൃഷി തുടങ്ങിയവ ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. എല്ലാ മാസവും 2ാം ശനിയുടെ തലേ വെള്ളിയാഴ്ച മുട്ടം ഊരക്കുന്നം പള്ളിയിൽ
വൈകുന്നേരം 5:45 മുതൽ രാവിലെ 5:30 വരെ നടന്നുവരുന്ന ജാഗരണ പ്രാർത്ഥന 9-ാം തീയതി വെള്ളിയാഴ്ച നടക്കും. ഫാദർ ജോർജി കോട്ടൂർ വചനപ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയും നടത്തും. വൈകുന്നേരം 5:45 രാത്രി 12:30 രാവിലെ 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. തൊടുപുഴ മുതലക്കുടം സപ്പിയൻഷ്യ കോളേജ് ഓഫ് സൈക്കോളജിയിൽ ശനിയാഴ്ച രാവിലെ 9:30 ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയുടെ ഏകവർഷ കോഴ്സിന്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ അസോസിയേഷന്റെയും ഉദ്ഘാടനം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സിസ്റ്റർ ജോൺസി നിർവഹിക്കും. കഴിഞ്ഞ വർഷത്തെ പഠിതാക്കൾക്ക് ഡിപ്ലോമ വിതരണവും നടക്കും. ബയോസൈക്കോളജിയെക്കുറിച്ച് നിഖിലും ഹെൽപ്പിംഗ് പ്രൊഫഷനെ കുറിച്ച് ഡോക്ടർ പ്രൊഫസർ സിദ്ധാർത്ഥനും പ്രഭാഷണം നടത്തും. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ ബി ഡിവിഷൻ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എത്തിയ ഒറ്റയാൻ വീടും കൃഷിയിടങ്ങളും നശിപ്പിച്ചു. അങ്ങാടിയത്ത് ജോയിയുടെ വീടിന്റെ പുറകുവശമാണ് തകർത്തത്. ഹൈറേഞ്ച് മേഖലയിൽ കാട്ടാന ആക്രമണം നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയാണ്. അക്രമകാരിയായ ആനകളെ ഉൾവനത്തിലേക്ക് മാറ്റണമെന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ തുടരുന്നതിനിടെയാണ് വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായിരിക്കുന്നത്. വെളുപ്പിന് 3 മണിയോടുകൂടി എത്തിയ ഒറ്റയാൻ ജോയി അങ്ങാടിയത്തിന്റെ വീടിന്റെ പിൻഭാഗവും സമീപത്തായി നിർമ്മിച്ചിരുന്ന ഷെഡും തകർത്തു. 10,000-കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ജോയി പറഞ്ഞു. രാത്രി കിടന്നുറങ്ങുന്നു. 3 മണിക്ക് എഴുന്നേറ്റ് അങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെ സൗണ്ട് കേട്ടത്. എന്നിട്ട് ഞങ്ങൾ വന്ന് അന്നേരം തന്നെ കഥ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുക. അന്നേരം തന്നെ ഓടിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ വട്ടം നേരെ ഓടിപ്പോയി. അന്നേരം ഗ്രില്ലെല്ലാം ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. ഒരു 20 രൂപ മുകളിൽ 3 മുകളിൽ ഷീറ്റെല്ലാം പൊട്ടിയിട്ടുണ്ടല്ലോ. അങ്ങേറ്റം മുകളിൽ ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്. ഗ്രില്ല് പോലെ മാറ്റുന്നുണ്ടല്ലോ. നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളും കാട്ടാന തകർത്തു. 1/2 ഏക്കറോളം ഏലത്തോട്ടമാണ് നശിപ്പിച്ചത്. വനപാലകരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PT എൽദോ പറഞ്ഞു. കുറേ നാളായി കോങ്ങണി സിറ്റിയിലും പരിസരത്തും ഉണ്ടായിരുന്ന ആനശല്യം ഇപ്പോൾ ബി ഡിവിഷനിലേക്ക് മാറി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നിരിക്കുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വിളിച്ചു വരുത്തിയാൽ തന്നെ അവർ അവിടെ നിന്ന് ആനയ്ക്ക് ഉപദ്രവമുണ്ടോ എന്ന് നോക്കുന്നത് കവിഞ്ഞ് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന തരത്തിൽ ജനപ്രദേശ മേഖലകളിൽ നിന്ന് മാറ്റുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇക്കാര്യത്തിൽ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത്. പ്രദേശവാസികൾ ബഹളം വെച്ച് ആനയെ ഓടിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഉണ്ടായില്ല. അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതി രൂപീകരിച്ച് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നാളെ രാവിലെ 10 മണി മുതൽ 1 മണിക്കൂർ നേരം രാജകുമാരി ടൗണിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധമായിരിക്കുമെന്ന് ജനകീയ സമരസമിതി രക്ഷാധികാരി ദാസ് മരിയാനിക്കാട്ടിൽ പറഞ്ഞു. കാട്ടാന ശല്യം രൂക്ഷമായതിന്റെ പേരിൽ നാളെ ഒരു 10 മണിക്ക് ശേഷം രാജകുമാരി ടൗൺ ഉപരോധിക്കാൻ ബി ഡിവിഷൻ പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി ആത്മാർത്ഥമായി സഹകരിക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ജില്ലയിലെ ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC വൈസ് പ്രസിഡന്റ് AK മണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനവാസ മേഖലയിൽ ആക്രമണം നടത്തുന്ന കാട്ടാനകളെ തുരത്താൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ അണിനിരത്തി ദേവികുളം DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചിന്നക്കനാൽ, ബൈസൺ വാലി, മൂന്നാർ, രാജാക്കാട്, മറയൂർ എന്നിവിടങ്ങളിലെത്തുന്ന കാട്ടാനകൾ ജനങ്ങളെ ഭീതിയിലാക്കുകയാണെന്നും സർക്കാർ ആനയെ തുരത്താൻ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത KPCC വൈസ് പ്രസിഡന്റ് AK മണി പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് ആനയുടെ വേട്ട, ആനയെ മനുഷ്യനെ പിടിച്ച് കൊല്ലുന്ന സംഭവം നടന്നു. LDF അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ഇടത് മുന്നണികൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആനയെ കൊണ്ടാണ് പാവപ്പെട്ട തൊഴിലാളികളുടെയും മനുഷ്യജീവനെ യാതൊരു വിലയില്ലാതെ നിലയിൽ വേട്ടയാണ്. ഇവർക്ക് നിയന്ത്രിക്കാനാവില്ല. ഉറപ്പായിട്ട് ഇത് കാലങ്ങളായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ നന്നായിട്ട് ഓർത്തു. MP തെരഞ്ഞെടുപ്പിൽ ജോർജ് ജോയ്സ് MP ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് ടോർച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചിഹ്നമായി. അന്ന് ഇവിടുത്തെ രാജേന്ദ്രൻ MLA പ്രസംഗിച്ചത്, വൈദ്യുതി വകുപ്പിന്റെ മന്ത്രി MM മണി പ്രസംഗിച്ചത്, ഇവിടെ PT തോമസ് MP ആയതുകൊണ്ടാണ് ആന ഇറങ്ങി വരുന്നു നാട്ടിലെ, വീട്ടിലെ, കാട്ടിലെ എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ഇപ്പൊ എവിടെ പോയി?
നാട്ടിൽ ഭരണകക്ഷിയിലെ 2 MLA-മാരും ഒരു മന്ത്രിയും ഉണ്ടായിരുന്നിട്ടും നടപടികൾ സ്വീകരിക്കാത്തത് ലജ്ജാകരമാണെന്ന് പരിപാടിയിൽ അധ്യക്ഷനായിരുന്ന DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ D. കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം V. ജയകുമാർ, G. മുനിയാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ദേശീയപാത 185-ന്റെ 2ാം ഘട്ട വികസനം ഉടൻ ആരംഭിച്ചേക്കും. ജനവാസ കേന്ദ്രങ്ങളെയും ചെറുപട്ടണങ്ങളെയും ഒഴിവാക്കി അലൈൻമെന്റ് നിശ്ചയിക്കുവാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. 45 മീറ്ററാണ് നിർദ്ദിഷ്ട പാതയുടെ വീതി. ജില്ലയുടെ സമഗ്ര വികസനത്തിനും വിനോദസഞ്ചാര മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കും ഉതകുന്ന ദേശീയപാത അടിമാലി മുതൽ കുമളി വരെയുള്ള റോഡ് പട്ടണങ്ങളെ ഒഴിവാക്കി വഴിമാറ്റിയും ബൈപ്പാസുകൾ നിർമ്മിച്ചും ക്രമപ്പെടുത്താനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. നിലവിലെ അടിമാലി ടൗണിൽ NH 85 നിന്നും ആരംഭിക്കുന്ന ദേശീയപാത അടിമാലി കല്ലാറൂട്ട് റോഡ് വഴിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ദേശീയപാത സ്ഥലമെടുപ്പ് വരുമ്പോൾ അടിമാലി ടൗണിലെ ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നതിനാൽ റോഡ് ടൗണിന്റെ വികസനത്തെ ബാധിക്കാത്ത രീതിയിൽ തിരിച്ചുവിടാനാണ് പദ്ധതി. നിലവിലെ നിയമപ്രകാരം 45 മീറ്റർ വീതിയെങ്കിലും ഭൂമി ലഭ്യമാക്കിയാലേ ദേശീയപാതയുടെ വികസനം സാധ്യമാകൂ. ഇങ്ങനെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നിലവിലുള്ള ചെറുകിട പട്ടണങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ പുതിയ അലൈൻമെന്റിൽ നിന്നും അടിമാലി പട്ടണത്തെ ഒഴിവാക്കി പാത നിശ്ചയിച്ചാൽ ടൗണിലെ ബാറുകളെയും മദ്യവിൽപ്പന ശാലകളെയും NH നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാനാവും. ചെറിയ രീതിയിൽ കാലവർഷ മഴ പെയ്തിറങ്ങിയതോടെ ഹൈറേഞ്ചിലെ പല റോഡുകളും കുളമായി മാറി. വർഷങ്ങളായി ശോചനീയ അവസ്ഥയിലായി കിടക്കുന്ന പൊന്മുടി ഡാം ടോപ്പ് രാജാക്കാട് റോഡിന് ഇത്തവണയും ശാപമോക്ഷമില്ല. കാൽനട പോലും സാധ്യമാകാത്ത വിധത്തിൽ കായലിന് സമാനമായിട്ടാണ് റോഡിലെ വെള്ളക്കെട്ട്. മഴയെത്തിക്കഴിഞ്ഞാൽ ഹൈറേഞ്ചിലെ റോഡുകൾ എന്നും നാട്ടുകാർക്കൊരു ശാപമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ദിവസേന 100 കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രികരും കടന്നുപോകുന്ന പൊന്മുടി ഡാം ടോപ്പ് രാജാക്കാട് റോഡ്. കെട്ടിൽ നിന്നും ആരംഭിച്ച തൂക്കുപാലം ജംഗ്ഷനിലേക്ക് എത്തുന്ന ഇടം വരെയുള്ള 300 മീറ്ററോളം റോഡാണ് കാലവർഷ മഴയിൽ കുളമായി മാറിയിരിക്കുന്നത്. വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാരണമെന്നുള്ളത്. എന്നാൽ KSEBയുടെ ഉടമസ്ഥയിലുള്ള റോഡ് നന്നാക്കുന്നതിന് ഒരുവിധ നടപടിയുമില്ല. അടിമാലി രാജാക്കാട് റൂട്ടിലോടുന്ന ഭൂരിഭാഗം ബസ്സുകൾക്കും പെർമിറ്റ് ഇതുവഴിയാണുള്ളത്. എന്നാൽ റോഡ് മോശമായതോടെ ബസ്സുകൾ റൂട്ട് മാറ്റി ഇതുവഴി എത്താതെ കുളത്തറക്കുഴി കൂടിയാണ് പോകുന്നതും വരുന്നതും. അതുകൊണ്ട് തന്നെ കുട്ടികളടക്കം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നിലവിൽ 2 അടിയോളം താഴ്ചയുള്ള വലിയ കുഴിയായി മാറിയിരിക്കുന്ന റോഡിലൂടെ ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഓട്ടം പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നതെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഏകദേശം ഒരു 2-3 വർഷമായി ഈ പൊന്മുടി ഡാം ടോപ്പിൻ്റെ സൈഡിലുള്ള ഈ രാജാക്കാട് റോഡ് വളരെ മോശമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള അതിൻ്റെ കുഴികൾ അടയ്ക്കാനുള്ള യാതൊരു നടപടികളും ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ വഴി ഓട്ടം പിടിക്കുമ്പോൾ വളരെ ക്ലേശകരമായ രീതിയിലാണ് യാത്ര. പിന്നെ നമ്മുടെ ഉപജീവന മാർഗ്ഗമായതുകൊണ്ട് നമുക്ക് വാഹനം വിളിക്കുമ്പോൾ ഓട്ടം വിളിക്കുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വഴി നമ്മൾ യാത്ര ചെയ്യുന്നത്. KSEBയുടെ ഓടിൻ്റെ കീഴിലുള്ള ഈ റോഡ് അടിയന്തരമായിട്ട് അറിയാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട മന്ത്രി വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് അതിനുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. ഇതിലെ ഇന്ന് ഞങ്ങൾ സ്കൂളിൽ ഈ വഴി കൂടെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇതിലെ നടക്കത്തില്ല. പിന്നെ ഭയങ്കര അപകടമാണ്. നല്ല തെന്നിക്കിടക്കുന്നതാണ്. ചെളിയിലൊക്കെ വീഴാൻ നല്ല അപകടമാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഇതൊക്കെ ശരിയാക്കി തന്നെ ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. ഇരുചക്ര വാഹനങ്ങളാണ് ഇതുവഴി ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്. നിലവിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴി എവിടെയാണെന്ന് കാണുവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ദിവസേന നിരവധിയായ ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. നിലവിൽ ജില്ലയിൽ നിന്നുള്ള വൈദ്യുത വകുപ്പ് മന്ത്രി MM മണിക്ക് നിവേദനം നൽകുന്നതിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കര അച്ഛന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ബലിയർപ്പണത്തിൻ്റെ ജീവിതമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം. തന്നെത്താൻ അർപ്പിക്കുന്നത് മാത്രമാണ് ബലി. മറ്റുള്ളതെല്ലാം അടയാളങ്ങളാണ്. യഥാർത്ഥ ബലി സ്വയം യാഗമായിത്തീരുന്നതാണ്, സ്വയം കൊടുക്കുന്നതാണ്, സ്വയം ശൂന്യവൽക്കരിക്കുന്നതാണ്, തന്നെ ദൈവത്തിന് പൂർണ്ണമായും കൊടുക്കുന്നതാണ്, തന്നിൽ ദൈവത്തെ പൂർണ്ണമായും സ്വീകരിക്കുന്നതാണ്. നമ്മൾ നടത്തുന്ന ബലികളിലൊന്നും
അർത്ഥപൂർണമായ ഈ ദർശനങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? പലപ്പോഴും കർമാനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് ബലി എന്നതിൻ്റെ അർത്ഥം സ്വയം കൊടുക്കലാണെന്ന ബോധം നമ്മിൽ ഭൂരിപക്ഷത്തെയും ഭരിച്ചിട്ടില്ല. മെഴുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളോട് വിശുദ്ധൻ ചോദിച്ചു, എന്തിനാണ് ഈ മെഴുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്? വെളിച്ചം കാണാനാണോ? അയാൾ പറഞ്ഞു, ദൈവത്തിന് എന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നത്. വിശുദ്ധൻ പറഞ്ഞു, ദൈവത്തിന് നിന്നെ കാണാൻ ഈ വെളിച്ചം ആവശ്യമില്ല, കാരണം അവിടുത്തെ കണ്ണുകൾ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, എല്ലാവരും തിരി കത്തിക്കുന്നത് കണ്ടാണ് ഞാനും കത്തിച്ചത്, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണെന്ന്. വിശുദ്ധൻ പറഞ്ഞു, അല്ല, തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ തിരി ഉരുകുന്നത് പോലെ സ്വയം ഉരുകണം. അഹം ഉരുകിത്തീരണം, ഞാൻ ഉരുകിത്തീരണം, സ്വന്തം പാപങ്ങൾ, പാപത്തിൻ്റെ സമ്പന്നതകൾ ഉരുകിത്തീരണം. മെഴുകുതിരി തീർന്നു പോകുന്നത് പോലെ സ്വയമില്ലാതെയാകണം. ഈ യാഗാർപ്പണമാണ് ദൈവം സ്വീകരിക്കുന്ന ബലി. പ്രിയമുള്ളവരെ, നമ്മിൽ പലരും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, എന്തിനെന്നറിയാതെ. നമ്മിൽ പലരും ഒരുപാട് യാഗങ്ങളിൽ പങ്കുചേരുന്നവരാണ്, എന്താണ് യാഗമെന്നോ ബലിയെന്നോ അറിയാതെ. സ്വയം കൊടുക്കുന്നതാണ് ബലി, അത് മാത്രമാണ് ബലി. ദൈവം തന്നെ പരിപൂർണമായും നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചവനാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ബലി ലോകത്തെ ഏറ്റവും വലിയ ബലിയായത്. ആ ബലിയിൽ പങ്കുചേരുന്ന നാം നമ്മെ തന്നെയാണ് പൂർണ്ണമായും ബലി കഴിക്കേണ്ടത്. തുടർന്നുള്ള നമ്മുടെ യാഗാർപ്പണങ്ങളെല്ലാം സ്വയം ശൂന്യവൽക്കരിക്കുന്ന, സ്വയം ഉരുകിത്തീരുന്ന ബലികളായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം പറയക്കരയച്ച. ചരമവാർത്തകൾ. രാജാക്കാട് പനച്ചിക്കുഴി തലക്കുളം കുഴിപ്പിള്ളൽ ഗോപാലൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ അമ്മിണി തേക്കിൻകാനം താനിയാവുങ്കൽ കുടുംബാംഗം. മക്കൾ വിജയൻ, അനിൽ, സുനിൽ, സുരേഷ്, സുകുമാരി. മരുമക്കൾ സാവിത്രി അപ്പക്കുഴിയിൽ, രമ വെളിപ്പറമ്പിൽ, മിനി വടക്കേടത്ത്, ബിനീഷ് കൊറ്റാഞ്ചേരിൽ, സന്ധ്യ മാളിയേക്കൽ. കരിങ്കുന്നം കണിയാപ്പറമ്പിൽ ജോസഫ് നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 11 മണിക്ക് തട്ടാരത്തട്ട സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ജ്ഞാനായ പള്ളിയിൽ. ഭാര്യ പരേതയായ മറിയം, മാറിക മരോട്ട് പുളിക്കൽ കുടുംബാംഗം. മക്കൾ പരേതനായ ജോയി, ലീലാമ്മ, ആനിസ്, പരേതനായ ജെയിംസ്, മേരി, ഫിലോമിന, ഗ്രേസി. മരുമക്കൾ ത്രേസ്യാമ്മ, ബേബി, ജോസഫ്, പരേതയായ ചിന്നമ്മ, കുഞ്ഞുമോൻ, എബ്രഹാം, മത്തായി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2755 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 121 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 117 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം കിഡ്നി രോഗികളോടുള്ള വെല്ലുവിളിയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സമരങ്ങളുടെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതാർഹമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ടൗണിന്റെയും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മീഡിയ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ 248 റാങ്ക് നേടിയ അർജുൻ പാണ്ഡ്യന് സ്വീകരണം നൽകി. ജില്ലയിലെ ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DYFI തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഹിന്ദു സേനാ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.